ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണ ഉരുപ്പടികളും പഞ്ചലോക വിഗ്രഹങ്ങളും കടത്തിയെന്ന കേസിൽ അന്വേഷണം ഇപ്പോൾ ദേവസ്വം ബോർഡിലെ ഉന്നതങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു. എന്നാൽ ഭരണസമിതിയിലെ മറ്റ് അംഗങ്ങളായിരുന്ന എൻ വിജയകുമാർ, കെ.പി. ശങ്കർദാസ് എന്നിവർക്കെതിരെ നടപടിയെടുക്കാൻ അന്വേഷണ സംഘം ആദ്യം മടിച്ചിരുന്നു. ഇത് വലിയ നിയമയുദ്ധത്തിലേക്കും രാഷ്ട്രീയ വിവാദങ്ങളിലേക്കുമാണ് ഇപ്പോൾ വഴിമാറിയിരിക്കുന്നത്. ശബരിമല വിഷയത്തിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരെയും സംരക്ഷിക്കേണ്ടതില്ലെന്ന കർശന നിലപാടാണ് CPM സംസ്ഥാന സമിതി കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിലാണ്. CBI അന്വേഷണം വന്നാൽ അത് സർക്കാരിനും പാർട്ടിക്കും വലിയ തിരിച്ചടിയാകുമെന്നും നേതൃത്വം ഭയക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള സ്വർണ്ണക്കടത്ത് മാഫിയകൾക്ക് കേസുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ കേന്ദ്ര ഏജൻസികളുടെ വരവ് തടയാൻ സർക്കാരിന് കഴിയില്ല. ബോർഡ് പ്രസിഡന്റിന് മാത്രമായി ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ലെന്നും ഭരണസമിതി അംഗങ്ങൾക്ക് തുല്യ ഉത്തരവാദിത്തമുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ വിജയകുമാറിനെയും ശങ്കർദാസിനെയും സംരക്ഷിക്കുന്നത് കോടതിയുടെ കടുത്ത പരാമർശങ്ങൾ ക്ഷണിച്ചു വരുത്തും. മുൻ ബോർഡ് അംഗം എൻ വിജയകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. നേരത്തെ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. ശബരിമലയിലെ വിഗ്രഹ കടത്തും സ്വർണ്ണ ഇടപാടുകളും ബോർഡ് പ്രസിഡന്റ് ഒറ്റയ്ക്ക് തീരുമാനിച്ചതല്ല െന്നും ഭരണസമിതി കൂട്ടമായാണ് തീരുമാനങ്ങൾ എടുത്തതെന്നുമുള്ള പത്മകുമാറിന്റെ മൊഴിയാണ് വിജയകുമാറിനെ കുരുക്കിയത്. തന്നെ മാത്രം ബലിയാടാക്കി മറ്റുള്ളവരെ രക്ഷിക്കാൻ അനുവദിക്കില്ലെന്ന് ഉറച്ച നിലപാടിലാണ് പത്മകുമാർ. കേസിലെ മറ്റൊരു നിർണായക വ്യക്തിയാണ് കെ.പി. ശങ്കർദാസ്. മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ ഹരിശങ്കറിന്റെ പിതാവായ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. എന്നാൽ സ്വാധീനം ഉപയോഗിച്ച് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ്. നിലവിൽ അറസ്റ്റ് ഒഴിവാക്കാൻ ശങ്കർദാസ് രണ്ട് വഴികളാണ് തേടുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ കോടതി അത് തള്ളാനാണ് സാധ്യത. ഹൈക്കോടതി തനിക്കെതിരെ നടത്തിയ നിരീക്ഷണങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുമുണ്ട്. തന്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി വൻ തോക്കുകൾ എന്ന പരാമർശം നടത്തിയതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഈ കേസിനെ അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിച്ചത് പത്തനംതിട്ട സ്വദേശിയായ പ്രവാസി വ്യവസായിയുടെ മൊഴിയാണ്. അദ്ദേഹത്തിന്റെ മൊഴിയിലെ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളുടെ ഇടപാട് തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത്. ഇതിനായി ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും D മണിയും തന്നെ സമീപിച്ചിരുന്നു. കൊള്ളയടിക്കപ്പെട്ട ഈ ഉരുപ്പടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയതായി താൻ സംശയിക്കുന്നുവെന്നും അദ്ദേഹം SITയോട് വ്യക്തമാക്കി. ഇത് ശരിയാണെങ്കിൽ കേസിന്റെ ഗൗരവം വർദ്ധിക്കുകയും CBIയുടെ വരവ് അനിവാര്യമായി മാറുകയും ചെയ്യും. ശബരിമലയിലെ നിന്ന് സംശയിക്കുന്ന പഞ്ചലോക വിഗ്രഹങ്ങളും ഈ സംഘം കൈമാറിയതായി അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. SP-മാരായ ശശിധരൻ, ബിനോയ് എന്നിവർ സത്യസന്ധമായ രീതിയിലാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കിടേഷിനാണ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല. ഉന്നതരായ ആരെയും ഒഴിവാക്കേണ്ടതില്ലെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാനും ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതി നൽകിയ ഹർജിയാണ് സർക്കാരിനെ കുഴപ്പിക്കുന്നത്. വിദേശ വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന ശബരിമലയിലെ ആസ്തികൾ കൊള്ളയടിക്കപ്പെട്ടതും കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണമെന്നാണ് BJPയുടെ ആവശ്യം. കേസ് ഏറ്റെടുക്കാൻ സന്നദ്ധരാണെന്ന് CBI ഇതിനോടകം തന്നെ കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. വരും ദിവസങ്ങളിൽ ഹൈക്കോടതി ഹർജിയിൽ എടുക്കുന്ന തീരുമാനം സർക്കാരിന്റെ രാഷ്ട്രീയ ഭാവിയെയും ബാധിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേവലം ഒരു വ്യക്തിക്കോ സംഘത്തിനോ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. അതിന് പുറകിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വലിയൊരു സംവിധാനം പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും സൂചിപ്പിക്കുന്നത്. പത്മകുമാറിന് പിന്നാലെ N വിജയകുമാറും K.P. ശങ്കർദാസും പ്രതിക്കൂട്ടിലാകുന്നത് ദേവസ്വം ബോർഡിന്റെ വിശ്വസ്തതയെ തന്നെ തകർക്കുന്നതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പന്റെ ആഭരണങ്ങളും വിഗ്രഹങ്ങളും മോഷ്ടിക്കപ്പെടുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ്. ഈ കൊള്ളയിലെ എല്ലാ കണ്ണികളെയും പുറത്തു കൊണ്ടുവരികയും നഷ്ടപ്പെട്ട ഉരുപ്പടികൾ വീണ്ടെടുക്കുകയും ചെയ്യുക എന്നതാണ് നീതിപീഠത്തിന് മുന്നിലുള്ള ദൗത്യം.